നമസ്കാരം. നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ചിക്കൻ കാരി, ലക്നവി ചിക്കൻ കാരി സാരികളുടെ കളക്ഷൻസാണ്. ഇതിപ്പം ഡയബിളാണ്. നിങ്ങൾക്ക് ഏത് കളറിലേക്കും, ഇപ്പം ഒരു ബേൺഡ് ഓറഞ്ച് കളറിലേക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് കളറിലോട്ട് വേണമെങ്കിലും നമുക്ക് ഇത് ഡൈ ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. അപ്പം ഇതിൻ്റെ നമുക്ക് പ്ലീറ്റ് ഇട്ടാലും ഒരേപോലെ കിടക്കും. വിസ്കോസ് ജോർജറ്റാണ്. ഇതൊരുപാട് കാലമായിട്ട് നമുക്ക് ഇങ്ങനെ നിലവിലുള്ള ഒരു സാരി ആണെങ്കിലും എപ്പോൾ കൊണ്ടുവന്നാലും അതുപോലെ തന്നെ അങ്കമാലിലായാലും നമുക്ക് ഒരു ബാപ്റ്റിസത്തിൻ്റെ ഒക്കെ കളർ കോഡ് സെറ്റ് ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് നമ്മൾ ശരിക്കും അമ്മമാരുടെ ഒരു സാരി അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് ബാക്കി എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സാരിയുടെ ഒരു കളർ കോഡ് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണിത്. ലക്നവി ആ വർക്കും എല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പം ആദ്യത്തെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ഇത് തന്നെ അങ്ങ് ചെയ്തിട്ട് പിന്നീട് ഡൈ വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ലൈനിങ്ങും അതുപോലെ ഡയബിളായിട്ടുള്ള ഒരു ക്ലോത്ത് തന്നെ കൊടുത്താൽ മതി. കുറേ പ്ലീറ്റ്സ് കൊടുക്കാം. ഇതാണ് വർക്ക് വരുന്നത്. ഇനി എന്തെങ്കിലും ഒരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് വേണമെങ്കിൽ നമുക്ക് ഡിസൈനേഴ്സായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 6,000 ആണ്. 6,096. ഇതൊക്കെ നമ്മുടെ സ്റ്റോറിലുള്ള ഓരോരോ സാരിയാണ്. ഇതിൻ്റെ തന്നെ ലെഹങ്കയുണ്ട് കേട്ടോ. അപ്പം റെഡി ടു വെയർ ലെഹങ്കയുണ്ട്. നെക്സ്റ്റ് ഇനി കുറച്ചും കൂടെ ഒരു ഗ്ലോസി ആയിട്ട് മിറർ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലക്നവി തന്നെ ക്രോഷ്യലെസിൻ്റെ ഫിനിഷിങ്. ഇതെല്ലാം ഇങ്ങനെ ഒരു മമ്മൂദീസ വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. പല്ലു കണ്ടോ? പല്ലു നല്ല റിച്ചായിട്ട് പോകും. ബോഡി പാർട്ട് ഇങ്ങനെ പോകും. ഈ കളറിന് എപ്പോഴും ഒരു റോയൽ ലുക്കാണ് അല്ലേ? ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് പ്ലീറ്റ്സുകൾ സെറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ചുറ്റി വരുന്ന പോർഷനാണിത്. കുത്തുതുമ്പിന്ന് ബ്ലൗസ് പീസ് വരുന്നത് ഇവിടെ മുതലാണ്. ഇതെല്ലാം ഡ്രസ് കോഡ് സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു കളർ കോഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരീസാണ്. Designs.